പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ പൊളിച്ചടുക്കി പാകിസ്ഥാനി യുവാവ്. പാകിസ്ഥാൻ പറയുന്നത് കള്ളമാണെന്നും ഇന്ത്യയുടെ ഫ്ലൈറ്റർ വിമാനങ്ങളെ ഒന്നും തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇന്ത്യ വളരെ കെയർഫുള്ളി, വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു സാധാരണക്കാരനെയും കൊല്ലാതെ, സിവിലിയനെയും കൊല്ലാതെ പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്നും പാകിസ്ഥാന്റെ ഒരു യുവാവിന്റെ വീഡിയോ വളരെ വൈറലാണ്. പാകിസ്ഥാനിലും ഇന്ത്യയിലും ലോക മാധ്യമങ്ങളിലും വൈറലാണ്. ലോകത്തിൽ പല ആൾക്കാരും അത് ഷെയർ ചെയ്യുന്നുമുണ്ട്. ആ വീഡിയോ കണ്ടിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ആണ് തെറ്റുകാർ, പാകിസ്ഥാൻ ഇന്ത്യ പാഠം പഠിപ്പിക്കുകയാണ്, പാകിസ്ഥാനിലെ തീവ്രവാദി ബേസുകളെ മാത്രമാണ് ഇന്ത്യ അടിക്കുന്നത്, പാകിസ്ഥാനിൽ ഒരു സാധാരണക്കാരന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇന്ത്യ മഹാരാജ്യം ആഗ്രഹിക്കുന്നില്ല, പകരം അവിടുത്തെ തീവ്രവാദി കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും പാകിസ്ഥാൻ വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണ്. ഇന്ത്യയുടെ ഈ മിസൈലുകളിൽ ഒന്നിനെ പോലും തടുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ള വീഡിയോ ആണ്. ആ വീഡിയോ പെട്ടെന്ന് കേട്ട് അതിന്റെ എസൻസ് നമുക്ക് മനസ്സിലാക്കാം. ഓർക്കുക, ഇന്ത്യയുടെ അവകാശവാദമല്ല, പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാനിലെ ഒരു വ്യക്തി ചെയ്യുന്ന വീഡിയോ ആണ്. അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു, എല്ലാം ടാർഗറ്റിലെത്തി, എല്ലാ ടാർഗറ്റും ഇന്ത്യ അച്ചീവ് ചെയ്തു. ഒരെണ്ണത്തിനെ പോലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരെണ്ണത്തെ പോലും തടയാൻ കഴിഞ്ഞില്ല. അകത്ത് കയറി അടിച്ചു. ഞാൻ ഇന്ത്യയെ പ്രശംസിക്കുകയല്ല, ഇതാണ് സത്യം. സത്യം എന്ന് പറഞ്ഞാൽ സത്യം അതാണ്. ഇസ്രായേലൊക്കെ അയൺ ഡോം വെച്ച് തടയാറുണ്ടല്ലോ, പാകിസ്ഥാൻ ഒരെണ്ണം പോലും തടയാൻ കഴിഞ്ഞില്ല. ഒരു പട്ടാളക്കാരനെ പോലും ആക്രമിച്ചില്ല, സാധാരണക്കാരനെയോ ടൂറിസ്റ്റിനെയോ ആക്രമിച്ചില്ല. ഒരു മീഡിയ സെന്ററിനെയോ പട്ടാളക്കാരനെയോ സാധാരണക്കാരനെയോ ആക്രമിച്ചില്ല. दूसरी अफवाह ये फैलाई जा रही थी, सारी रात को पाकिस्तानी मीडिया लगा हुआ था, सोशल मीडिया के ऊपर तमाम फूड पॉलिसी लगे हुए थे, वो पाकिस्तान ने इंडिया पे जहाज गिरा दी है। वो सारी पिक्चर्स मैंने देखी, कोई 8 महीने पुरानी है, कोई 3 साल पुरानी है। हमने इंडिया का वो चीज പഴയ ഫോട്ടോകളൊക്കെ എടുത്ത് പാകിസ്ഥാനി മീഡിയ പ്രചരിപ്പിക്കുകയാണ്. അപ്പോ വളരെ ഇത്തരം കാര്യങ്ങളാണ് ഇന്ത്യയെ എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ബഹുമാനിക്കുന്നത് എന്നുള്ളത്. പാകിസ്ഥാന്റെ ഉള്ളിലെ ജനങ്ങൾ പോലും ഇന്ത്യയെ ആദരവോടെ കാണുന്നത് നമ്മുടെ ആ നന്മയും സത്യസന്ധതയുമാണ്. നമ്മൾ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളിലെ കൃത്യതയാണ്. നമ്മുടെ മിലിറ്ററി ലീഡർഷിപ്പ് ആകട്ടെ, നമ്മൾ കാണിക്കുന്ന ബാലൻസ് ആണ്, നമ്മൾ കാണിക്കുന്ന സന്തുലനമാണ്. നമ്മുടെ രാജ്നാഥ് സിംഗ് ജി അടക്കം എടുക്കുന്ന വളരെ പക്വമായ നിലപാടുകളാണ്. ഞങ്ങൾ ഒരു സിവിലിയനെയും ദ്രോഹിക്കില്ല, ആർമിയെ പോലും, പാകിസ്ഥാന്റെ ആർമിയെ പോലും ദ്രോഹിക്കില്ല, എന്നാൽ തീവ്രവാദ ബേസുകൾ മാത്രമാണ് അടിച്ചത്. അത് പാകിസ്ഥാനി ജനതയ്ക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കാര്യം പാകിസ്ഥാനെയും കാർന്നു തിന്നുന്ന ക്യാൻസറാണ് ഈ ടെററിസം. ആ ടെററിസം പാകിസ്ഥാൻ ആർമിയും ISIയും നിർത്തട്ടെ. പാകിസ്ഥാനിൽ ഇതേപോലുള്ള നല്ല സ്വരങ്ങൾ ഉയർന്നു വരട്ടെ. പാകിസ്ഥാനും ആത്യന്തികമായി നന്മയും സമാധാനവും ഒക്കെ വേണം. നമുക്ക് സൗഹാർദ്ദവും സാഹോദര്യവും വേണം. നമുക്ക് നെയ്ബേഴ്സിനെ മാറ്റാനൊന്നും കഴിയില്ല. നമ്മൾ ഒരുമിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദം തുടച്ചു മാറ്റാൻ ഇത്തരം നടപടികൾ കൊണ്ട് കഴിയട്ടെ. ഈ പാകിസ്ഥാനി യുവാവിന്, പേരെന്താണെന്ന് പോലും അറിയില്ല, പാകിസ്ഥാനി യുവാവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇനിയും അത്തരം സത്യം പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് വിളിച്ചു പറയുകയും പാകിസ്ഥാനിൽ നിന്ന് ഈ വിദ്വേഷവും വെറുപ്പും തീവ്രവാദവും മാറ്റാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാകിസ്ഥാനും നന്മയുണ്ടാകട്ടെ, ഇന്ത്യക്കും നന്മയുണ്ടാകട്ടെ. ജയ് ഹിന്ദ്.